പുളിയരയ്ക്ക മാങ്ങാക്കറി തയ്യാറാക്കാം. അപ്പോൾ അതിന് പുളിയവരയ്ക്ക 1 കിലോ പുളിയവരയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം വറുത്തെടുക്കാം. ബ്രൗൺ ആകുന്ന വരെ വറുത്തെടുക്കാം. പുളിയരിക്ക വറുത്തെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഒരു 4 വിസിലടിച്ചെടുക്കാം കുക്കറിൽ. പുളിയരിക്ക വെന്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള, ഒരു മാങ്ങ മുറിച്ചിട്ടുണ്ട്, 2 തക്കാളി മുറിച്ചിട്ടുണ്ട്, 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടി, അത്യാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. സച്ചിനെ കറിക്ക് സച്ചാണ് കുക്ക് ചെയ്യണം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഉള്ളിയും വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് 1 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, അരച്ചെടുക്കാം. തക്കാളി ഉള്ളിയും മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കറി തിളക്കട്ടെ. അരപ്പ് ചേർത്ത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പുളിയവരയ്ക്ക് മാങ്ങയും കൂടി വയ്ക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ചെയ്യാം. കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് വറുത്തിടാം. ചട്ടി വെച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, ചെറുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ചേർത്ത്. പുളിയവരയ്ക്ക മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്.